ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ഒരു യാത്രയിലാണ് കേട്ടോ. ഇത് ട്രിവാൻഡ്രത്തുള്ള കാപ്പിൽ ബീച്ചാണ്. ഈ ഒരു കാപ്പിൽ ബീച്ചിന്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റോഡിന്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് ഇടവാക്കായലുമാണ് കാണുന്നത്. ഈ ബീച്ചും ഇടവാക്കായലും കൂടി ഒന്നിക്കുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ഇന്ന് സ്റ്റേക്കേഷന് പോകുന്നത്. അതിമനോഹരമായ ഒരു ബീച്ചാണ് കാപ്പിൽ ബീച്ച്. എനിക്ക് തോന്നുന്നു വർക്കല ബീച്ചിനേലും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാപ്പിൽ ബീച്ചായിരുന്നു. ഈ റോഡ് ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ഒരു ബ്രിഡ്ജിന്റെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഇടവാക്കായലും ബീച്ച് കൂടി ഒന്നിക്കുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ സ്റ്റേക്കേഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ? വീഡിയോ ഫുള്ളായിട്ട് കണ്ട് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യണേ. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുതേ. യാത്ര അങ്ങനെ നല്ല ആസ്വദിച്ചു വന്നതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ. പിന്നെ റിസോർട്ടിനകത്ത് കയറി ലഗേജ് വെക്കുന്ന ആ ഒരു നേരത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അധികം നാളായിട്ടില്ല ഈ റിസോർട്ട് സ്റ്റാർട്ട് ആയിട്ട്. ഓഷ്യൻ ബ്രീസ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. അത്യാവശ്യം സൗകര്യമുള്ള കോട്ടേജുകളാണ് ഇവിടെയുള്ളത്. എല്ലാ കോട്ടേജുകളും ഈ ഒരു പൂളിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ടേജിന്റെ പുറത്ത് വന്നിരിക്കാൻ നല്ലൊരു വൈബാണ് കേട്ടോ. എവിടെ പോയാലും ഫസ്റ്റ് പൂള് കാണുമ്പോഴാണ് കുട്ടികൾ ഹാപ്പി ആവുന്നത്. ഇവിടെയും അത് തന്നെയാണ് കേട്ടോ സംഭവിച്ചത്. ആ ഒരു പൂള് കണ്ടതോടുകൂടി മക്കളുടെ ആ ഒരു ഹാപ്പിനെസ് ഒന്ന് കാണേണ്ടത് കാഴ്ച തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പൂളിൽ കുളിക്കാം, അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളാണ്. കോട്ടേജ് ഒരുപാട് അങ്ങ് സ്പേഷ്യസ് ഒന്നും അല്ല, എന്നാൽ അത്യാവശ്യം സൗകര്യമുള്ള ഒരു കോട്ടേജ് തന്നെയാണ്. ഈ കോട്ടേജിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഊഞ്ഞാലാണ് കേട്ടോ. ഈ ഔട്ട് സൈഡിലുള്ള ഒരു ഊഞ്ഞാല്. എല്ലാ കോട്ടേജുകളിലും ഇതുപോലൊരു ഊഞ്ഞാലുണ്ട്. അപ്പോ രാത്രിയും രാവിലെയൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു വൈബാണ്. രാവിലെ 9:30 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ലഗേജ് വെച്ച ഉടനെ തന്നെ ഇവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. കായലും ബീച്ചും കൂടി ഒരുമിച്ച് ചേരുന്ന ആ ഒരു ഭാഗം. അപ്പൊ ആ ഒരു പ്രൈവറ്റ് സ്പേസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ഒരു റിസോർട്ടിന്റെ പുറത്ത് ആണ് കേട്ടോ ആ ഒരു കാഴ്ച. അത് ഇവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. അവിടെ നമുക്ക് ഇരിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെയുള്ള ഒരു സൗകര്യമുണ്ട്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാൽ ഈസി ആയിട്ട് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ സാധിക്കും. നല്ല തിരക്കാണ്. അപ്പുറ സൈഡ് കാപ്പിൽ ബീച്ചാണ് വരുന്നത്. ആ ഒരു ബീച്ചും പിന്നെ ഈ കാണുന്ന ഇടവാക്കായൽ കൂടി ഒന്നിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ ഒരു സൈഡാണ് ശരിക്കും ബീച്ച് വരുന്നത്. ബീച്ചിൽ നിന്നും കുറച്ച് പാറക്കഷ്ണങ്ങൾ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കായലാണ് വരുന്നത്. അപ്പുറ ഭാഗമാണ് ബീച്ച് വരുന്നത്. അപ്പോൾ ഈ കായലും കടലും ഒന്നിക്കുന്ന ആ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കായലിനൊട്ടും ആഴം ഇല്ല. അപ്പോൾ അതുകൊണ്ട് കാപ്പിൽ ബീച്ചിൽ വരുന്നവര് മിക്ക ആൾക്കാരും ഈ ഒരു വെള്ളത്തിലൂടെ നടന്ന് ഇപ്പുറ അറ്റത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു തിരക്കാണ് അവിടെ കാണുന്നത്.
ഇനി ബീച്ചിൽ പറയുകയാണെങ്കിൽ പട്ടിയുടെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറച്ച് പട്ടികളായിരുന്നു. ഇടവ കായലിന് ഈ ഒരു ഭാഗത്ത് വരുമ്പോഴേക്കും ഒട്ടും ആഴമില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇതുപോലെ ഇറങ്ങി നടക്കുന്നത്. ഇറങ്ങി നമുക്ക് കാപ്പിൽ ബീച്ചിലേക്ക് വരെ നടന്നു പോകാൻ പറ്റും. അത്രയും ആഴം കുറവാണ് കേട്ടോ ഈ ഒരു കായലിനുള്ളത്. നമ്മൾ നേരത്തെ വന്ന ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പാറക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ആ ഒരു ഭാഗം ബീച്ചും അതുപോലെ കായലും ഒന്നിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പുറ സൈഡ് ബീച്ചും ഇപ്പുറത്ത് വരുന്നത് കായലിന്റെ ഭാഗമാണ്. കാപ്പിൽ ബീച്ചിൽ നിന്നും ഈ ഒരു പാറക്കഷ്ണങ്ങളുള്ള ആ ഒരു ഭാഗത്തേക്ക് നടന്നിറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ആളുകൾ എല്ലാവരും അവിടെ വന്നിട്ടാണ് ഈ ഒരു ബീച്ചിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നത്. അവിടെ വഴിയോര കച്ചവടവും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു തിരക്കാണ് ആ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ ഇരുന്നാൽ നമുക്ക് സൺസെറ്റ് ഒട്ടും തിക്കും തിരക്കും ഇല്ലാതെ തന്നെ കാണാൻ സാധിക്കും. അത് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൽ വരുന്ന ആളുകൾ മാത്രമാണ് കേട്ടോ ഈ സ്പേസിലുള്ളത്. ഈ പ്രൈവറ്റ് ഏരിയയിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെയാണ് ബീച്ചിലേക്ക് ആക്സസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് ഒക്കെ കണ്ട് അങ്ങനെ റൂമിലേക്ക് മടങ്ങിയായിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് ഷെയർ ചെയ്യാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.